അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്നതിന് വേണ്ടി മദീന പള്ളിയുടെ മിമ്പറിൻ്റെ മുകളിലേക്ക് കയറി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നേതാവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന മിമ്പറിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചു കൊണ്ടിരിക്കണം. സലുല്ലാഹൽ ആഫിയ വലം യുഅത അഹദുൻ ഖത്തു ബഅദൽ യഖീനി. അള്ളാഹുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ആഫിയത്താണ്, ആരോഗ്യമാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദുആകൾ ഒരിക്കലും ലാ തുറദ്ദു, അത് തള്ളപ്പെടുകയില്ല. സ്വഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, ആ സമയത്ത് നമ്മൾ എന്തിനെയാണ് ചോദിക്കേണ്ടത്? ഏവരും ഭയപ്പെടുന്ന നരകത്തിൽ നിന്നുള്ള മോചനമാണോ നമ്മൾ ആവശ്യപ്പെടേണ്ടത്? അതോ നാം ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സ്വർഗമാണോ ആ സമയം നമ്മൾ ആവശ്യപ്പെടേണ്ടത്? അതോ മറ്റെന്തെങ്കിലുമാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സലുല്ലാഹൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ആരോഗ്യം തരാൻ, നല്ല അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ ആ സമയം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ബാങ്ക് വിളി കേട്ട് ഫർദ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യമായ സമയമാണ്. ആ സമയത്ത് ചോദിക്കേണ്ടത് ആരോഗ്യമാണ് എന്ന് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.